സലീം കുമാർ അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞതിനെ തുടർന്നിട്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറെ അന്തം കമ്മികൾക്ക് ഇദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞത് എന്തുകൊണ്ടും നന്നായി എന്നും അവർ കുറെ സന്തോഷം പ്രകടിപ്പിക്കുന്നതും അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തീർത്ത് കള മലയാളികളെ എന്ന് തന്നെ കമന്റ് ഇട്ടിരിക്കുന്ന കുറെ സൈക്കോളായിട്ടുള്ള കുറെ അന്തം കമ്മികളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തിന്റെ പേരിലാണ് ഇവർ ഇങ്ങനെ പറഞ്ഞത്? ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് ഇദ്ദേഹം വെളിപ്പെടുത്തി എന്നുള്ള ഒറ്റ കാരണത്താലായിരുന്നു അങ്ങനെ കുറച്ച് സൈക്കോകൾ വന്ന് ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഇവിടെ ഈ ഒരു മരണ വീട്ടിലോട്ട് സാധാരണ ഈ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ മീഡിയാസ് കൊടുക്കാത്ത ഒരു പ്രൈവസി എന്ന് പറയുന്ന ഒരു സാധനമാണ്. ബാക്കി എല്ലാ കാര്യത്തിലും എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഒരു മരണ വീട്ടിൽ പോലും എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് പോലും അറിയാതെ അവരെ കണ്ണാക്കി കൊണ്ടിട്ട് ക്യാമറ തൊലിച്ചുകൊണ്ടിരിക്കുന്ന കുറേ മീഡിയാസ് ഉണ്ട്. ഇത് ഓൺലൈൻ മീഡിയാസിനെ കുറിച്ച് മാത്രം പറയുന്നില്ല, മെയിൻ സ്ട്രീം ചാനൽസ് ഉൾപ്പെടെ കാണിച്ചു കൂട്ടുന്ന പരിപാടിയാണ്. സത്യം പറഞ്ഞാൽ ഇവറ്റകളെയാണ് വിളിക്കേണ്ടുന്നത് രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന്. ഇത് പാലുകാച്ചാണോ ഉദ്ഘാടനമാണോ മരണവീടാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു വകതിരിവ് പോലും ഇല്ലാത്ത കുറെ എണ്ണങ്ങൾ. എന്താണെങ്കിലും ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ചുകൊണ്ട് സലീം കുമാർ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ചന്തു പുള്ളി ഇതിനകത്ത് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഇത് ആദ്യത്തെ സംഭവമല്ല മീഡിയാസ് വന്നിട്ട് ഇതുപോലൊരു മരണ വീട്ടിൽ വന്നിട്ട് ഇമാതിരി തെമ്മാടിത്തരങ്ങൾ വന്ന് കാണിക്കുന്നത്. മെയിൻ സ്ട്രീം ചാനൽസ് ഉൾപ്പെടെ ഒരു വകതരും ഇല്ലാത്ത കുറെ എണ്ണങ്ങൾ വന്നിട്ട് അവർക്കൊരു പ്രൈവസി പോലും കൊടുക്കാതെ ആ നിൽക്കുന്ന ചന്തു എന്ന് പറയുന്ന വ്യക്തിയുടെ അച്ഛനാണ് ആ മരിച്ചു കിടക്കുന്നത്. ഓക്കെ, അവിടെ വന്ന് കുത്തി തള്ളിക്കൊണ്ട് കയറുകയാണ് അണ്ണാക്കിലോട്ട് പിടിച്ചിട്ട്. ഞാൻ ഇവിടെ ഇനിയും വേറൊരു വീഡിയോ കൂടെ ഉണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ ആ ഒരു ശരീരത്തിന് മുന്നിൽ നിന്ന് പൊട്ടിക്കരയാണ്. അവർക്ക് അത്രത്തോളം സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അപ്പം അതിന്റെ ഇടയിലോട്ട് ക്യാമറ കുത്തി കയറ്റിയിട്ട് ഇവന്മാര് കാണിക്കുന്ന പരിപാടികൾ. ഓക്കെ, ഒരു മര്യാദ, ഒരു മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനമില്ലേ അവർക്ക്? അവരുടേതായിട്ടുള്ളൊരു പ്രൈവസി നിങ്ങൾക്കൊന്ന് കൊടുത്തുകൂടെ? അത്രയും ചങ്ക് തകർന്ന് നിൽക്കുകയാണ്. കേട്ടില്ലേ? എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന്? എന്താ നിങ്ങൾക്ക് വേണ്ടത്? ആ ഒരു മരണ വീട്ടിൽ ചെന്നിട്ട് അവർക്കൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് പൊട്ടിക്കരയാനുള്ളൊരു സ്വാതന്ത്ര്യം പോലും കൊടുക്കാതെ അവരെ അത്രത്തോളം വീർപ്പ് മുട്ടിച്ച് അണ്ണാക്കിലോട്ട് ക്യാമറ പിടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് എക്സ്ക്ലൂസിവിറ്റി ആണ് പുറത്തോട്ട് വിടാനുള്ളത്? അറിയാൻ മേലത്തോട്ട് ചോദിക്കുകയാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് വന്നേക്കുന്ന കുറച്ച് കമന്റ്സ് ഉണ്ടായിരുന്നു. ഒന്ന് പോടാ അവിടെ നിന്ന്. അവന്റെ തന്ത എത്ത് കിടക്കുമ്പോഴും ഇവൻ ഇതുപോലെ തന്നെയായിരിക്കും പറയുന്നുണ്ടാവുക. അച്ഛന്റെ വില നശിപ്പിച്ചും ഇവൻ ഇത്രയ്ക്ക് അഹങ്കാരം വേണോ, ഇത്തിരി മര്യാദയ്ക്ക് പറയാനില്ലേന്നും പറഞ്ഞുകൊണ്ട് ഇതിൽ കൂടുതൽ എന്ത് മര്യാദയാണ് കാണിക്കേണ്ടത്? ആ നിൽക്കുന്നവന്റെ അച്ഛനാണ് അവിടെ മരിച്ചു കിടക്കുന്നത്. അപ്പൊ മീഡിയാസ് ഒന്നും ഇമാതിരി പരിപാടി കാണിക്കുമ്പോൾ പിന്നെ എന്തു ചെയ്യേണ്ടുന്നത്? ഓക്കെ, അയ്യോ ദയവ് ചെയ്ത് താങ്കൾക്ക് അങ്ങോട്ടൊന്ന് മാറി നിൽക്കാമോ എന്ന് പറയാൻ പറ്റുമോ? എന്തോന്നറിയ ഇത്? ഇനി ഇതിന്റെ ഇടയ്ക്ക് VD സതീശൻ അവിടെ ഒക്കെ വന്നപ്പോഴത്തേക്കിന് ഒരുത്തൻ സ്വീകരിക്കാനെ കൊണ്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെയും കൂടെ ഒന്ന് കാണാം. എന്തുവാടെ ഇത്? അയാൾ അവിടെ പാർട്ടി സമ്മേളനത്തിന് വന്നതല്ല, പൂമാല ഇട്ട് സ്വീകരിക്കാനെ കൊണ്ട്. ഇവന്റെയൊക്കെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ ഇതുപോലെ വന്നിട്ട് ഇതുപോലെ സ്വീകരിക്കാനെ കൊണ്ട് നിൽക്കുമോ പൂമാല ഇട്ടിട്ട്? അറിയാൻ മേലത്തോട്ട് ചോദിക്കുകയാണ്. ഇങ്ങനെ കുറെ എണ്ണങ്ങള്, ഒരു വകതിരിവില്ലാത്ത കുറെ എണ്ണങ്ങള്.
ചന്തു ചന്തു കുറച്ച് കഷ്ടമാണ് കേട്ടോ ഇവറ്റകളുടെ കാര്യം. ഇത് മെയിൻ സ്ട്രീം ചാനൽസ് ഉൾപ്പെടെ വന്ന് കാണിക്കുന്ന ഈ പരിപാടി ഒരു ക്യാമറയെ പൊക്കി പിടിച്ചുകൊണ്ട് അണ്ണാക്കിലോട്ട് തള്ളി കയറ്റുകയാണ്. എടി ഇവരുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ ആരെങ്കിലുമൊക്കെ മരിച്ചു കിടക്കുമ്പോൾ ഈ പരിപാടി തന്നെ ആയിരിക്കും ഇവർ കാണിക്കുക. ഇനി FBയിൽ വന്നേക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാവേ. അങ്ങനെ അവസാനം ഗതികെട്ട് ഒരാൾ പ്രതികരിച്ചിരിക്കുന്നു. മുമ്പ് മരിച്ചുപോയ ഓരോ സെലിബ്രിറ്റിയുടെയും അവസാന ചടങ്ങുകൾക്ക് ഇടയിലേക്ക് തള്ളി ഇടിച്ച് കയറി ആ വീട്ടുകാരെ ബുദ്ധിമുട്ടിൻ്റെ അങ്ങേയറ്റം കൊണ്ടെത്തിച്ച് എനിക്ക് പ്രിയപ്പെട്ട ഒരാളുടെ മൃതശരീരം അവസാനമായൊന്ന് കാണാൻ എത്തുന്ന സുഹൃത്തുക്കളുടെ അണ്ണാക്കിലേക്ക് മൈക്ക് കുത്തിക്കയറ്റി വേണ്ടാത്തത് ചോദിച്ച് മൊബൈൽ ക്യാമറകളുമായി പിന്നാലെ നടന്ന് അവരെ ശല്യം ചെയ്ത് അവിടെ ദുഃഖത്തിലായി നിൽക്കുന്ന ആളുകളുടെ സ്വകാര്യതയ്ക്ക് യാതൊരു വിലയും കൊടുക്കാത്ത കുറേ മൈകളെ എല്ലായിടത്തും കാണാറുണ്ട്. ശ്രീനിവാസൻ്റെയൊക്കെ മരണസമയത്ത് ഇതിൻ്റെ സർവ്വ ലിമിറ്റുകളും വിട്ടത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അന്നൊന്നും ഈ വേതാളങ്ങളെ നിയന്ത്രിക്കാൻ ആരും തയ്യാറായില്ല. പക്ഷേ ഇന്ന് സലീം കുമാറിൻ്റെ സംസ്കാരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ക്യാമറയും പൊക്കി അവിടേക്ക് ഇടിച്ചു കയറി മുന്നിൽ നിൽക്കുന്ന ഭാര്യയെയും മക്കളെയും പോലും തള്ളിയിടുന്ന അവസ്ഥ വന്നപ്പോൾ ഗതി കെട്ടിട്ട് സലീമേട്ടൻ്റെ മൂത്ത മകൻ ചന്തുവിൻ്റെ അവസാന പിടിയും വിട്ടിട്ട് അവൻ ഉച്ചത്തിൽ തന്നെ പ്രതികരിച്ചു, മാറി നിൽക്കട മയിലുകളെ എന്ന്. ആ മരിച്ചു കിടക്കുന്ന ആളാണ് ഈ നിൽക്കുന്നവരുടെ എല്ലാമായ മനുഷ്യനാണ്. അയാളുടെ സംസ്കാര ചടങ്ങ് നടത്തി തീർക്കാൻ അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കണമെന്ന ബോധമില്ലാതെ ശവം തീനി കഴുകന്മാരെ പോലെ പെരുമാറിയ നായ്ക്കളെ ഇതല്ല വിളിക്കേണ്ടിയിരുന്നത്. ഇങ്ങനെ 4 പേര് പ്രതികരിച്ചാൽ ഇവന്മാരുടെ ഈ കഴപ്പിനെ കുറിച്ച് ആശ്വാസം കിട്ടും. പിന്നല്ലാതെ അത് തന്നെയാണ്. ഇപ്പം മറ്റേ ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്തേക്ക് ക്യാമറ കൊണ്ട് ഇവന്മാർ പോകുന്നത് ആരൊക്കെ കുനിയുന്നുണ്ടെന്ന് നോക്കിയിട്ടായിരുന്നു. ഓക്കെ, ഒരു മരണ വീട് വരുമ്പോഴത്തേക്കിന് കരയുന്ന ക്ലോസപ്പ് അവർക്ക് കിട്ടണമല്ലോ. ഈ മൊമെന്റ്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്രയും എക്സ്ക്ലൂസീവ് ആയിട്ട് കൊടുക്കാനുള്ള, വീട്ടിൽ സ്വന്തം അച്ഛനും അമ്മയും മരിച്ചു കിടക്കുമ്പോൾ പോയിട്ട് ഈ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനം പടച്ചു വിടുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഒരു മര്യാദ എന്ന് പറയുന്നൊരു സാധനം വേണ്ടേ? എല്ലാത്തിനും ഈ പറയുന്ന ലിമിറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. എത്രയ്ക്കാന്ന് പറഞ്ഞാലും നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. ഈ പറയുന്ന നമ്മളെ വിട്ടുപിരിയുക എന്നൊക്കെ പറയുന്നത് ഇത് ഏതോ ആൾക്ക് മാത്രം സംഭവിക്കും. നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ഇതുപോലെ സംഭവിക്കും. അന്നേരം നിങ്ങൾ ഈ ക്യാമറയും തൊലിച്ചുകൊണ്ട് നിങ്ങൾ ഇത് കാണിക്കുക എന്നുള്ളത് മാത്രം ചിന്തിക്കുക. അല്ല, ഇവറ്റോളം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണ്ട. ഇവറ്റോളുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഇതുപോലെ മരിച്ചു കിടക്കുമ്പോഴത്തേക്കിന് ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് കുറേ എണ്ണം വന്നിട്ട് ഈ രീതിയിൽ കാണിക്കുമ്പോൾ ഒരു ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്നുള്ള ഞാൻ ആലോചിക്കുന്നത്. ഒരു മനസാക്ഷി ഇല്ലാതെ ഇമ്മാതിരി പരിപാടി കാണിക്കുന്നത് ഇവരെയൊക്കെ ഈ പോസ്റ്റിനകത്തൊക്കെ പറയുന്ന പോലെ തന്നെ അതല്ല വിളിക്കേണ്ടത്. അങ്ങേ അറ്റത്തെ വർത്താനം വിളിച്ച് എല്ലാത്തിനും അടിച്ച് ഓട്ടിക്കണം. അല്ല പിന്നെ ഒരു മരണ വീട്ടിൽ പോലും ഇത് സിറ്റുവേഷൻ സാഹചര്യം ഒന്നും മനസ്സിലാക്കാത്ത രീതിയിൽ ഇമ്മാതിരി പരിപാടി കാണിക്കുമ്പോൾ അവർക്കും സ്വസ്ഥമായിട്ട് പൊട്ടിക്കരയാനുള്ളൊരു സ്വാതന്ത്ര്യം പോലും ഇവറ്റകൾ കൊടുക്കുന്നില്ല ഇല്ലേ? ആ സമയത്ത് മട്ടൽ വെട്ടി അടിക്കണം എല്ലാത്തിനും. എന്താണെങ്കിലും ഇതുപോലെ തന്നെ എല്ലാ ആളുകളും പ്രതികരിക്കണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ഈ ഇവറ്റകളൊക്കെ ഇതുപോലെ വന്നിട്ട് മരണ വീട്ടാണെങ്കിലും ഈ പറയുന്ന സാഹചര്യം ഇതൊന്നും മനസ്സിലാക്കാവുന്ന ഇമ്മാതിരി തൊലിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കിന് ആ സമയത്ത് പ്രതികരിക്കണം, നല്ല വർത്താനം പറയണം, അത്രേ ഉള്ളൂ. ഇനി സൈക്കോകളായിട്ടുള്ള കുറെ അന്തം കമ്മികൾക്ക് ഇദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞതിൽ സന്തോഷം ഉണ്ടായിരുന്നല്ലോ. ഇവർക്ക് ഈ സന്തോഷം ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താണ്? ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് തുറന്നു പറഞ്ഞു എന്നുള്ളൊരു ഒറ്റ കാരണത്തിലായിരുന്നു. ഇദ്ദേഹം പണ്ട് നേരെ ചൊവ്വ എന്ന് പറയുന്ന ആ ഒരു ഇന്റർവ്യൂവിനകത്ത് വന്ന് പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട്. നമുക്ക് അതുകൂടെ കേട്ടിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. പഴിപറച്ചിലിന്റെ കാലം അല്ലെങ്കിൽ തുറന്നു പറച്ചിലിന്റെ കാലം. തെരഞ്ഞെടുപ്പിന് ശേഷം തുറന്നു പറച്ചിലിനുള്ള ഒരു ശ്രമം, അതാണ് ഇന്ന് നേരെ ചൊവ്വയിൽ. കോൺഗ്രസ്സുകാരനെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടും പ്രചാരണ വേദികളിൽ നിന്ന് വിട്ടുനിന്ന ഒരു നടൻ. സിനിമയിൽ അഭിനയത്തിന് ദേശീയ അവാർഡ് വാങ്ങിയിട്ടും സിനിമാ വേദികളിലും ഏറെ കാണാത്ത നടൻ. അതെ, ശ്രീ സലീം കുമാർ നേരെ ചൊവ്വയിൽ. സലീം കുമാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 2 കാര്യങ്ങൾ പറഞ്ഞാൽ ആളുകൾ ഞെട്ടുമെന്ന്. 1, എനിക്ക് വിദ്യാഭ്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ. 2, കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞാൽ. ഈ കോൺഗ്രസ്സുകാരനാണെന്ന് പറയുമ്പോൾ എന്തിനാണ് ആളുകൾ ഞെട്ടുന്നത്? അത് പൊതുവെ ഒരു ധാരണ. ഇപ്പോൾ നടൻ മുകേഷ് തന്നെ പറഞ്ഞിരുന്നു കലാകാരന്മാരൊക്കെ ഇടതുപക്ഷക്കാരാണെന്ന്. പിന്നെ ഒരു കോമഡി ചെയ്യുന്നൊരു നടനെ സംബന്ധിച്ചും വിദ്യാഭ്യാസം പാടില്ല എന്നൊരു പരക്കെയൊരു ധാരണയുണ്ട്. പാടില്ല എന്നാ ഉണ്ടാവില്ല, അതൊരു വേറെ കാര്യം. പിന്നെ അത് തന്നെയായിരുന്നു അവരുടെ റോൾ മോഡൽ. ഒരു തമാശക്കാരൻ, ഒരു വേലക്കാരൻ, പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ ഒരു ഏട് കുട്ടമ്പിള്ള എന്ന് വെച്ചാൽ അതൊരു കൊമേഡിയൻ ആയിരിക്കുള്ളൂ. ഒരു വേലക്കാരൻ, അങ്ങനെ ഇവന് എത്താൻ പറ്റാവുന്ന ഒരു ഏരിയാസ് ഉണ്ട്. ഒരു കൊമേഡിയന് എത്താൻ പറ്റാവുന്ന ഏരിയ ഉണ്ട്, അതിനപ്പുറത്തേക്ക് വിടില്ല. അതേപോലെ തന്നെയാണ് ഒരു കോൺഗ്രസ്സുകാരനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ബിസിനസ് ചെയ്യാം. അതൊക്കെയാണ് കോൺഗ്രസ്സുകാർക്ക് പറഞ്ഞിട്ടുള്ളത്. തൊഴിലാളികളല്ല, 10 അക്ഷരങ്ങൾ വായിക്കാൻ പാടില്ല, അങ്ങനെ. പിന്നെ ഈ കലാകാരന്മാർ അത് ഒരു കുത്തകയായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ ഒരു സഹയാത്രികരനായിരുന്നു. ഇവിടെ ഒരു 99% അതിനാദ്യമായിട്ട് കോൺഗ്രസിനെ മെമ്പർഷിപ്പ് എടുത്തത് പ്രൈം മിനിസ്റ്ററായിരുന്നു. എനിക്ക് അദ്ദേഹത്തോട് വളരെ ബഹുമാനമുണ്ട്. കോൺഗ്രസിനെ മെമ്പർഷിപ്പ് എടുത്ത അതിൻ്റെ പേരിലല്ല ബഹുമാനം. അദ്ദേഹത്തിന് ഒരു പക്ഷേ അതൊരു MLA സ്ഥാനം, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഒരു സീറ്റ് പോലും അദ്ദേഹം കൊടുത്തില്ല കോൺഗ്രസ്സുകാർ. പക്ഷെ അദ്ദേഹം മുസ്ലിം ലീഗിലേക്കാണ് അന്ന് പോയിരുന്നതെങ്കിൽ ഉറപ്പ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ. അത്തരം രാഷ്ട്രീയം കളിക്കാത്തത് നഷ്ടമാണ് എന്നാണോ താങ്കൾ പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായിട്ടും. ഇവിടെ ഈ പ്രാദേശിക തമിഴ്നാട്ടിൽ എന്താണ്, അല്ലെങ്കിൽ ഓരോ സ്ഥലം, തമിഴ്നാട്ടിൽ മാത്രമല്ല, ഈ പ്രാദേശിക രാഷ്ട്രീയം കളിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് മെച്ചമുള്ളൂ. അതായത് ദേശീയ രാഷ്ട്രീയം കളിക്കുന്നത് പാർട്ടികൾക്കും രക്ഷയില്ല, അതിൻ്റെ കൂടെ നടക്കുന്ന ആളുകൾക്കും. അപ്പോൾ ഒരുപക്ഷെ താരരാഷ്ട്രീയം വേര് പിടിക്കാത്ത ഏക സംസ്ഥാനം ഈ കേരളമായിരിക്കും. പ്രേം നസീറിന് പോലും താങ്കൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. എന്തായിരിക്കും അതിൻ്റെ കാരണം? കാരണം നമ്മൾ കേരളീയരുടെ ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാനാണ് ഹീറോ. ഓരോരുത്തരും അവരവരാണ് ഹീറോ അവരവരുടെ ജീവിതത്തിൽ. മറ്റൊരുത്തനെ അംഗീകരിക്കാനുള്ള ഒരു മടിയുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണത്തിന് മറഡോണ, രാഷ്ട്രീയം മറഡോണ എന്ന് പറയുന്ന ലോക പ്രശസ്തനായ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ റൊണാൾഡോ, മെസ്സി, നെയ്മറോ ആരെങ്കിലും കണ്ണൂർ ഉദ്ഘാടനത്തിന് വന്നു. കാരണം കണ്ണൂർ എന്ന് പറയാൻ മലബാറിലുള്ള ഫുട്ബോളിൻ്റെ ഒരു ടൂർണമെൻ്റ് ഞാൻ പറഞ്ഞത്. അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് നോക്കുമ്പോൾ നമ്മൾ ചായ കടം കുടിച്ചിട്ട് കേൾക്കുള്ളൂ അവിടെ ഒരു പെട്ടിക്കടയിൽ. അപ്പോൾ അതുവഴിയൊക്കെ വൻ ഘോഷയാത്രയായിട്ട് മറഡോണയോ മെസ്സിയോ റൊണാൾഡോ കൊണ്ട് പോകുന്നത്. ഇത് നമ്മൾ ചെന്ന് മറ്റൊരാളോ അവതരിപ്പിക്കുന്നത്, ഞാൻ നമ്മുടെ ചായക്കടലിൽ നിന്ന് ചായ കുടിച്ചിട്ടിരിക്കുന്ന ആ കൈ ഇങ്ങനെ കാണിച്ച് മറഡോണ പോകണം, ഭ്രാന്തണ്ട. അപ്പോൾ അവരവിടെ പോയത് തന്നെ മറഡോണയെ കാണാനായിരിക്കാം. എന്നാൽ പോലും അദ്ദേഹത്തിനെ അംഗീകരിക്കില്ല. തൻ്റെ രാഷ്ട്രീയം എന്താണെന്നും നിലപാട് എന്താണെന്നും വ്യക്തമാക്കിയേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ വിയോജിപ്പിൽ സന്തോഷം കണ്ടെത്താൻ പലർക്കും പറ്റുന്നുണ്ടെന്ന് അറിയുമ്പോഴത്തേക്കിന് ഭയങ്കര പരിതാപകരമാണ് അവരുടെയൊക്കെ കാര്യം എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഓൺലൈൻ മീഡിയാസിൻ്റെ കാര്യം, ഇതിന് കൃത്യമായിട്ടുള്ളൊരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടുന്ന കാലം എന്നേ കഴിഞ്ഞു പോയിരിക്കുന്നു. ഈ മരണ വീടുകളിൽ ചെന്നിട്ട് കാണിക്കുന്ന ഇമാതിരി തെമ്മാടിത്തരങ്ങളൊക്കെ അവരൊന്ന് സ്വയം വിലയിരുത്തുക എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു നടപടിയോ കാര്യങ്ങളൊക്കെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളതേ ഉള്ളൂ. കൂടുതലായിട്ട് ഞാനൊന്നും പറയണില്ല.